ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത് 2021 നടത്തിയ എക്സ് സർവീസ്മാൻ ഉള്ളി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു LD പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുന്നതാകുന്ന ചോദ്യങ്ങൾ ഒന്നൊന്നായി വായിച്ച് അതിന്റെ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഒന്നാമത്തെ ചോദ്യം നോക്കേ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. എടാ, സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അവനെ പറയുക. ഓക്കെ അല്ലേ? ആണ്. അപ്പോ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം, ഇന്ത്യയിലെ ഏറ്റവും വലുതാകുന്ന ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് ആരാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ആരാടാ? ഇരുമ്പുരുക്ക് വ്യവസായമാണ് ധാതു, അതായത് മിനറൽ അധിഷ്ഠിതമാകുന്ന രീതിയിൽ ഏറ്റവും വലുതാകുന്ന, ധാതു അധിഷ്ഠിതമാകുന്ന ഏറ്റവും വലുതാകുന്ന വ്യവസായം അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താ? ഇരുമ്പുരുക്ക് വ്യവസായം. ഓക്കെ ആണോ? അടുത്ത നോക്കിയേ. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ, കണ്ടോ, കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണാധികാരി ആരാണ്? അപ്പൊ ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാ മക്കളെ? പഴശ്ശിരാജ. കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നത് ആരാ? പഴശ്ശിരാജ. കൊട്ടിയോട്ട് രാജ ആരാ? പഴശ്ശിരാജ. അടുത്ത ചോദ്യം നോക്കിയ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത, അതായത് നാഷണൽ വാട്ടർ ഹൈവേ എന്നാ ഉദ്ദേശിക്കുന്നത്, അത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാടാ? അലഹാബാദ് ഹാൽഡിയ. അലഹാബാദ് ഹാൽഡിയ റൂട്ടാണ്. അലഹാബാദ് ഹാൽഡിയ റൂട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ദേശീയ ജലപാത, അല്ലെങ്കിൽ NW1 എന്ന് പറയും. ഓക്കെ അല്ലെ? NW1 എന്ന് പറയും. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ ആളുകൾ ആരൊക്കെ? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? ആരാ മക്കളെ? സ്വരാജ് പാർട്ടിക്ക് CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഇവര് രണ്ടുപേരും ചേർന്ന ആരൊക്കെയാ? CR ദാസ്, മോത്തിലാൽ നെഹ്റു രണ്ടുപേര് ചേർന്നുകൊണ്ടാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നത്. ഓക്കെ അല്ലെ? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നത് CR ദാസ്, മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം നോക്കേ. ആറാമത്തെ ചോദ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് എത്രയാ? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കിയേ. നമ്മുടെ ഏഴാമത്തെ ചോദ്യം നോക്കിയടാ. ഏഴാമത്തെ ചോദ്യം. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത. എന്താ മക്കളെ പേര്? അഗ്നിപുത്രി. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണോ? അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരാണ്? അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ടെസി തോമസ്. ആരാടാ? അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ടെസി തോമസ്. ആരാ മക്കളെ? ടെസി തോമസ് ആണ്. ഡൗട്ട് ഇല്ലല്ലോ. അടുത്ത നോക്കേ. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. അറിയാം, കേരളത്തിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിനകത്ത് ഏതില്ല? ഏത് ഇല്ല? നമ്മുടെ മരുപ്രദേശം എന്ന് പറയുന്നത് ഇല്ല. അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് പഠിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു കേരള ഭൂപ്രകൃതിയെ. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ആരില്ല? മരുപ്രദേശമില്ല. അടുത്ത ചോദ്യം നോക്കിയേ. ചേരിചേരാ പ്രസ്ഥാനം. ഓക്കെ ആണോ? ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ബന്ദൂങ് സമ്മേളനം. എന്നാടാ? ബന്ദൂങ് സമ്മേളനത്തിലാണ് എന്തു തീരുമാനിക്കുന്നത്? ചേരിചേരാ പ്രസ്ഥാനം ആരംഭിക്കുവാൻ, രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ചത്. ഒന്നുകൂടെ. ചേരിചേരാ പ്രസ്ഥാനം ബന്ദൂങ് സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം ബാന്തുങ്, അല്ലെ ബന്ദൂങ് എന്ന് പറഞ്ഞാലും മതി. ബാന്തുങ് സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബാന്തുങ് സമ്മേളനം. ഓക്കെ ആണോ? ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചത് ബാന്തുങ് സമ്മേളനം. അടുത്ത നോക്കേ. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക്, ഒന്ന് പറഞ്ഞ്. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ആരാണ്? സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപം പ്രാപിച്ചതാകുന്ന ആ ഭാഷ എന്ന് പറയുന്നത് ബ്യാരി എന്ന ഭാഷയാണ്. ഏത് ഭാഷയാ? ബ്യാരി. ഓക്കെ ആണോ? ഏത് ഭാഷയാ?
ബ്യാരി എന്ന ഭാഷയാണ് സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കേ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ചോദ്യം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? ഏത് വിപ്ലവം? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഏത് വിപ്ലവം? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഏത് വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ അല്ലേ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഏത് വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം. അടുത്ത ചോദ്യം നോക്കിയടാ. വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. മക്കളെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാകുന്ന ചോദ്യമാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ, ഓക്കെ ആണോ? ഒന്നുകൂടി കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കെ. വടക്കൻ അമേരിക്ക അല്ലെങ്കിൽ വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. അപ്പൊ അവിടെ ഒരു ചോദ്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വടക്കേ അമേരിക്കയിലാണ് എന്തുള്ളത്? റോക്കി പർവ്വത നിരകൾ ഉള്ളത്. വടക്കേ അമേരിക്കയിലാണ് റോക്കി പർവ്വത നിരകൾ ഉള്ളത്. ആ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ചിനൂക്ക്. ഓക്കെ ആണോ? അപ്പോ നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ സൈഡ് കിഴക്കൻ ചരിവിലൂടെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഇത്? ചിനൂക്ക്. അടുത്ത നോക്കേ, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഇതിൽ മുകളിൽ നിന്നും തന്നിരിക്കുന്നതിലെ ശരിയായ ജോഡി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ശരിയായ ജോഡികൾ ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഏതൊക്കെ വരും? വേണ്ടേ, 1, 3 എന്നിവ വരും. 1 എന്ന് പറയുന്നത് ആരാ മക്കളെ? ഖാരിഫ് എന്ന് പറയുന്നതിന് ഉദാഹരണമായി നെല്ല് വരും. ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് ആര്? നെല്ല്. ഒരു ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് ആര്? നെല്ല്. ഒരു ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് ആര്? നെല്ല്. അതുപോലെ സെയ്ദ് എന്താണ്? സെയ്ദ് എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് എന്ത്? പഴവർഗ്ഗങ്ങൾ. ഇനി നമുക്കറിയാം ഖാരിഫ്, റാബി എന്നീ 2 സീസണുകൾക്കിടയിൽ വരുന്ന ഒരു 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 ബ്രേക്ക് പോർഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് സെയ്ദ് എന്ന് പറയുന്നത്. സെയ്ദ് സീസൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഖാരിഫ് എന്നതിന് ഉദാഹരണം നെല്ല്. സെയ്ദ് എന്ന് പറയുന്നതിന് ഉദാഹരണം എന്ന് പറയുന്നത് എന്താ മക്കളെ? പഴവർഗ്ഗങ്ങൾ എന്നതാണ്. അടുത്ത 14ാമത്തെ ചോദ്യം നോക്കേ. 14ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത്. വാണിജ്യ ബാങ്കുകൾക്ക് ധർമ്മങ്ങളുണ്ട്, അവയിൽ ഉൾപ്പെടാത്തത് എന്താണെന്ന്. എടാ, നോട്ട് അച്ചടിക്കുന്നത് ആരുടേതാകുന്ന ചുമതലയാണ്? നോട്ട് അച്ചടിക്കുക എന്നത് ആരുടേതാകുന്ന ചുമതലയാണ്? എടാ, ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാകുന്ന കാര്യമാണ് ചോദിക്കുന്നത്, ഉൾപ്പെടാത്തതല്ല, ഉൾപ്പെടുന്നത്. അപ്പോ നോട്ട് അച്ചടിക്കൽ എന്ന് പറയുന്നത് ആരുടെ ജോലിയാ? വാണിജ്യ ബാങ്കുകളുടെ ജോലിയാണോ? അല്ല. വായ്പ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകളുടെ തൊഴിലാണോ? അല്ല. സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് വാണിജ്യ ബാങ്കുകളെയാണോ? അല്ല. മറിച്ച് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഈ കൂട്ടത്തിൽ ആരുടെ തൊഴിൽ, ആരുടെ ജോലി, അല്ലെങ്കിൽ ആരുടെ ധർമ്മം എന്ന് പറയുന്നത്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മം നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ധർമ്മം എന്ന് പറയുന്നത്, ഡ്യൂട്ടി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ്. അടുത്ത ചോദ്യം നോക്കേ. 15ാമത്തെ ചോദ്യം. 15ാമത്തെ ചോദ്യത്തിനകത്ത് താഴെ തന്നിരിക്കുന്നവയിലെ ശരിയായ ജോഡി ഏതൊക്കെ എന്ന് കണ്ടെത്തൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അതിനകത്ത് നമുക്ക് ആരെ പറയാൻ പറ്റും? ദാണ്ടെ ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആകുന്ന ആൻസർ. ഓക്കെ ആണോ? ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആകുന്ന ആൻസർ. എന്താ? 3ഉം 4ഉം. അതായത് ദുർഗാപൂര് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണ്. ദുർഗാപൂർ എവിടെയാ? പശ്ചിമ ബംഗാൾ. ബൊക്കാറോ എന്ന് പറയുന്നത് എവിടെയാ? ജാർഖണ്ഡ്. അതിൽ ദുർഗാപൂർ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ സഹായത്തോടെ ബംഗാളിൽ സ്ഥാപിച്ചതാണ്. ബൊക്കാറോ എന്ന് പറയുന്നത് ജാർഖണ്ഡിൽ റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ചതാണ് എന്ന് നമുക്കറിയാം. ഇത് രണ്ടും കറക്റ്റ് ആകുന്ന ജോഡികളാണ്. ശരിയായത് ഏതെന്നാ പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം നോക്കേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ നിരീക്ഷിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതൊക്കെ എന്ന് കണ്ടെത്തണം. എങ്കിൽ ഇനി നമുക്ക് വായിക്കാം. എടാ, ഈ പറയുന്ന 16ാമത്തെ ചോദ്യത്തിൽ എന്ത് പറയുന്നു? ഇന്ത്യയിലെ മുഖ്യ താപ ഊർജ സ്രോതസ് എന്ന് പറയുന്നത് കൽക്കരിയാണ്. അത് കഴിഞ്ഞ് നോക്കേ. പ്രധാന വ്യാവസായിക ഇന്ധനം കൽക്കരിയാണ്. ബിറ്റൂമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അടുത്ത് നോക്കേ. മഹാരാഷ്ട്ര, അവിടുത്തെ മുംബൈ ഹൈയിലാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരി പാടം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് ഈ 16ാമത്തെ ചോദ്യത്തിൽ നിന്നൊന്ന് മനസ്സിലാക്കേ മക്കളെ. ഇവിടെ ആദ്യ 3 ആളുകളും ശരിയാ, പക്ഷെ 4ാമനാകുന്ന ആള് തെറ്റാ. മുംബൈ ഹൈ എന്ന് പറയുന്നത് ഒരു പെട്രോളിയം ഖനന മേഖല മാത്രമാണ്. കൽക്കരി പാടം എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ് എന്ന് പറയുക. ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പഠിക്കാൻ 3 പോയിന്റുകളുണ്ട്. എന്താ? ഇന്ത്യയിലെ മുഖ്യ താപ ഊർജ സ്രോതസ് എന്ന് പറയുന്നവൻ ആര്?
ഇന്ത്യയിലെ മുഖ്യ താപ ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ആരാ മക്കളെ? കൽക്കരി. അതുപോലെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു വ്യാവസായിക ഇന്ധനം എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു വ്യാവസായിക ഇന്ധനം എന്ന് പറയുന്നത് ആരാണ്? അത് കൽക്കരിയാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ബിറ്റൂമിനസ് ആകുന്ന കൽക്കരിയാണ്. എന്നാൽ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണുന്നത് ലിഗ്നൈറ്റ് ആണെന്നും നമ്മുടെ ആന്ത്രസൈറ്റ് ആണ് ജമ്മു കശ്മീർ മേഖലകളിൽ കാണപ്പെടുന്നത് എന്നും അതുപോലെ ഏറ്റവും ഹൈ ക്വാളിറ്റി ആകുന്ന കൽക്കരി എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ് ആണ് എന്നും മനസ്സിലാക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ 16 ആകുന്നതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ശരിയാണ് എന്നിവ കണ്ടോ. അപ്പോ അത് പഠിച്ച് അടുത്ത 17ാമത്തെ ചോദ്യം നോക്കേ. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ. ഉദാരവൽക്കരണം കണ്ടോ, ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി പെടുന്നവ എന്തൊക്കെ? എടാ ഒന്ന് നോക്കേടാ. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് എന്താകുന്ന കാര്യമാ വരുന്നതെന്ന് നോക്കേ. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. മക്കളെ, ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റാ. ഉദാരവൽക്കരണം നടത്തുക എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു വ്യവസായ കേന്ദ്രം അല്ലെങ്കിൽ ഒരു വ്യവസായം ഇന്ത്യയിൽ തുടങ്ങുവാനുള്ളതാകുന്ന നിയന്ത്രണങ്ങൾ, ചട്ടങ്ങൾ പൂർണ്ണമായും ലഘൂകരിച്ചു. നിയമങ്ങൾ കുറച്ചുകൂടി അയഞ്ഞ രീതിയിലേക്ക് മാറി. അതുകൊണ്ട് കൂടുതൽ വ്യവസായങ്ങൾ തുടങ്ങുവാനുള്ളതാകുന്ന ഒരു വഴി തുറന്നു കിട്ടി. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ. അടുത്ത നോക്കേ. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഉറപ്പാണ്, ഇതും എന്ത് തന്നെയാണ്? കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർ ആകുന്ന രീതിയിലേക്ക് ആകുന്നുള്ളൂ. ശരിയല്ലേ? അതായത് കച്ചവടം എന്ന് പറയുന്നതിൽ കാര്യമാകുന്ന ഇളവുകൾ പലതാകുന്ന കാര്യങ്ങളിലേക്കും ചെയ്തു കൊടുത്തു എന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ 17ാമത്തെ ചോദ്യത്തിനകത്തെ ആദ്യ 2 സ്റ്റേറ്റ്മെന്റുകളും എന്താണ് മക്കളെ? ശരിയാ. മൂന്നാമത്തെ നോക്കേ. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് കൂടുതൽ മേഖലകളിൽ, അതായത് ഇന്ത്യ ആകുന്ന രാജ്യത്തിനകത്ത് വളരെ കാര്യമാകുന്ന രീതിയിൽ എന്ത് നടക്കണം? പലതാകുന്ന സാധനങ്ങളുടെയും കച്ചവടം നടക്കണം. പലതാകുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്തുണ്ടാക്കുന്നതാകുന്ന സാധനങ്ങൾ മാത്രമല്ല, പുറത്തു നിന്നുള്ള സാധനങ്ങൾ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ടായിരുന്നു? ഇവിടേക്ക് വരേണ്ടതുണ്ടായിരുന്നു. ആയ കാരണം കൊണ്ട് തന്നെ വിദേശ നിക്ഷേപം കാര്യമായി സ്വീകരിക്കുകയും വളരെ വലുതാകുന്ന രീതിയിൽ ഓരോ മേഖലയും പരിപോഷിപ്പിക്കുകയും അതിനൊത്തതാകുന്ന ടെക്നോളജികൾ കൂടുതലാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ളതാകുന്ന വകുപ്പുകളൊക്കെ എന്ത് ചെയ്തു? ഇവിടെ നടത്തിയെടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് 4ാമത്തെ നോക്കേ. ഇറക്കുമതി ചുങ്കം, നികുതി അതൊക്കെ കൂട്ടി എന്നാ പറയുന്നത്. ഒരു കാരണവശാലും ഇറക്കുമതി എന്ന് പറയുന്നതിന് കൊടുക്കേണ്ടതാകുന്ന ചുങ്കം അല്ലെങ്കിൽ നികുതി എന്നൊക്കെ പറയുന്നത് വളരെയധികം കൂടുതലായാൽ ഇവിടേക്ക് ആരും വരാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ ആളുകളെ കൂടുതലായി കൊണ്ടുവരാൻ വേണ്ടി നികുതിയിൽ ഇളവുകൾ വരുത്തുന്നു, ഇറക്കുമതി ചുങ്കത്തിൽ ഇളവുകൾ വരുത്തുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാ. ഇവിടെ 4ാമത്തത് തെറ്റാ. അതുകൊണ്ട് ABC ആദ്യത്തെ 3 സാധനങ്ങൾ ശരിയാ. 1, 2, 3 എന്നിവ എന്താണ് മക്കളെ? ശരിയാണ്. ബാക്കിയുള്ളവ തെറ്റാ. ചോദ്യത്തിൽ പെടുന്നവ ഏത് എന്നാണ് ചോദിക്കുന്നത്. ശരിയായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 18ാമത്തെ ചോദ്യത്തിനകത്തേക്ക് വാ. 18ാമത്തെ ചോദ്യത്തിനകത്ത് എന്താ മക്കളെ പറയുന്നത്? 2020 ഏപ്രിൽ 1 അവിടെ എന്ത് ചെയ്തു? ഒരു ബാങ്ക് ലയനം അവിടെ നടക്കുന്നു. അങ്ങനെ 2020 ഏപ്രിൽ മാസം 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക്, ഏറ്റവും വലുതാകുന്ന 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക് ആര് വരുന്നു? പഞ്ചാബ് നാഷണൽ ബാങ്ക് വരുന്നു. ഓക്കെ ആണോ? 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനം നടക്കുന്നത്. ഓക്കെ ആണോ? 2020 ഏപ്രിൽ മാസം 1 ബാങ്ക് ലയനം നടക്കുന്നത്. അത് നടക്കുന്നതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലുതാകുന്ന 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ആരായി? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയി. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ആരായി? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയി. ഡൗട്ടുകളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കേ. UNDP ഓക്കെ ആണോ? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. 2020 ഇവരൊരു റിപ്പോർട്ട് എന്ത് ചെയ്തു? പുറത്തുവിടുന്നു. അതനുസരിച്ച് മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് നമ്മൾ പറയും, മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് എത്രാമതാകുന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത് എന്നാ ചോദിക്കുന്നത്. 2020 റിപ്പോർട്ട് അനുസരിച്ച്, UNDPയുടെ റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 131. അപ്പൊ ഇപ്പൊ നിലവിൽ എന്താണ് സ്ഥാനം എന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്തേ.
UNDP അതിന്റെ 2020 റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാ? 131. ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 131. അടുത്ത ചോദ്യം നോക്കേ, 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ളതാകുന്ന അവകാശം മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് എന്ത് എന്നാണ് ചോദ്യം. അപ്പോ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ എന്ന രീതിയിൽ മൗലിക അവകാശമാകുന്നതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഏത് എന്നാണ് ചോദ്യം. അവിടെ 20ാമത്തെ ചോദ്യത്തിനെ നമ്മൾ വ്യക്തമായി നിരീക്ഷിക്കാൻ പോവുക. ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനായി എന്തുണ്ട്? അവകാശമുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോ. മതഭാഷാ ന്യൂനപക്ഷങ്ങളാകുന്ന ആളുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ എന്തുണ്ട്? അവകാശമുണ്ട്. മക്കളെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം ശരിയാകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണോ? അടുത്തത് നോക്കേ, ജാതി, മതം, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കുക. ഓക്കെ ആണോ? ഇവിടെ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പെടാത്തത് ഏത് എന്നാ ചോദിക്കുന്നേ? അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു എന്താ പെടാത്തത് എന്നാ ചോദിക്കുന്നത്. അപ്പോ മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ചോദ്യം പ്രകാരം പെടാത്തതാകുന്നതിൽ നമുക്ക് എന്തുണ്ട്? അത് നമുക്ക് പറയാം എന്നുള്ളതാണ്. അടുത്ത് നോക്കിയാൽ ജാതി, മതം, ലിംഗം, ജനനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ. അപ്പോ എന്തെങ്കിലും ആകുന്ന വിവേചനം ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിൽ ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായിട്ടും നിരോധിക്കലാകുന്ന ഒരു അവകാശം എന്തുണ്ട്? പൂർണ്ണമായും നിരോധിക്കുക. അതായത് എനിക്ക് ഇഷ്ടമുള്ളതാകുന്ന ജാതിയും മതവും ലിംഗവും ഒക്കെ എനിക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. എന്നോട് ആരും അതിന്റെ പേരിൽ വിവേചനം കാണിക്കേണ്ടതില്ല എന്നുള്ളതാകുന്ന ഒരു രീതി. അടുത്ത നോക്കിയ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അതായത് ടൈറ്റിലുകൾ ഒന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആർട്ടിക്കിൾ 18 പ്രകാരം മൊത്തമായിട്ട് നിർത്തലാക്കി കളഞ്ഞിട്ടുണ്ട്. അത് എന്റെ ഒരു അവകാശമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു അവകാശമായിട്ടാണ് കരുതപ്പെടുന്നത്. അടുത്ത നോക്കിയടാ, പൊതു നിയമനങ്ങളിൽ അവസരം സമത്വം ഉറപ്പാക്കൽ. അവസര സമത്വം എന്താണ്? ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ അവസരം എന്ന് പറയുന്നതാകുന്ന സാധനം എല്ലാവർക്കും ഒരുപോലെ ഓക്കെയാണോ? പൊതു നിയമനങ്ങളിൽ എല്ലാവർക്കും അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. അങ്ങനെയാകുന്ന ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കിയാകുന്ന മൂന്നും എന്താണ് മക്കളെ? ശരിയാകുന്ന സ്റ്റേറ്റ്മെന്റ്. അതായത് ചോദ്യപ്രകാരം പെടാത്തതാകുന്നത് ആദ്യത്തതിൽ വരുന്നതാ. അപ്പോ സമത്വത്തിനുള്ള അവകാശം കണ്ടോ? ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്നുള്ളതാണ് അവിടെ എടുത്തു ചോദിക്കുന്നത്. അവിടെ തെറ്റരുത്. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാം എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന കാരണം കൊണ്ട് സമത്വം എന്നൊരു വാക്ക് വരുന്നു. സമത്വത്തിനുള്ള അവകാശം എന്നൊരു വാക്ക് അവിടെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതാകുന്ന സാധനങ്ങളെ വേണം നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ? പരിഗണിക്കാൻ. അതുകൊണ്ട് 2, 3, 4 എന്ന് പറയുന്നത് ഒരു പൊതു സമത്വം എന്നതിനെ കാണിക്കുന്നു. എന്നാൽ 1 എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകുന്ന പരിഗണനയായി കണക്കാക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ പെടാത്തത് ഓപ്ഷൻ എന്താണ്? ബി ആണ് അതിന്റെ ആൻസറായി വരിക. 1 മാത്രമില്ല. അടുത്ത 21 നോക്കേ, കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കുവാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? എയിംസ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുന്നു, എയിംസ് എന്നൊരു പദ്ധതിയുണ്ട്. ഇത് കേരള കൃഷി വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. 21ാമത്തെ ചോദ്യം നല്ലതുപോലെ വായിക്കണം. ഇത് ഇനിയും ചോദിക്കപ്പെടാൻ സാധ്യതയുള്ളതാകുന്ന ചോദ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കേരള കൃഷി വകുപ്പിന്റേതാകുന്ന സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകരിലേക്ക് എത്തിക്കുവാൻ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് എയിംസ്. അപ്പോ എയിംസ് എന്ന് പറയുന്നത് എന്താണ്? എയിംസ് കൃഷി വകുപ്പുമായി ബന്ധപ്പെടുന്ന, കേരള കൃഷി വകുപ്പുമായി ബന്ധപ്പെടുന്ന ഒരു വാക്കാണ്, ഒരു പ്രോഗ്രാമാണ്. എങ്കിൽ ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്നാ ചോദിക്കുന്നത്. മക്കളെ, അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ്? അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ്. അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ്. 22ാമത്തെ നോക്കേ, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ശരിയായത് മാത്രം മതി. അത് ഏതാണ്? 1993 ഡിസംബർ 3-ാം തീയതിയാണ് ഇത് നിലവിൽ വന്നത് എന്ന് പറയുന്നത് ശരിയാണോ?
അപ്പോ നമുക്ക് മനസ്സിലാക്കാം 1993 ഡിസംബർ 3 നിലവിൽ വന്നു എന്ന് പറയുന്നത് ശരിയാ. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് വന്നു എന്നുള്ളതാ. നിലവിൽ വന്നത് 93 ഡിസംബർ 3 93 ഡിസംബർ 3 കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. അടുത്ത നോക്കേ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. ആർട്ടിക്കിൾ 243 എന്ന് പറയുന്നത് പ്രകാരം തന്നെയാണ് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. നമുക്ക് 324 325 ഒക്കെ കാര്യം അറിയാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കേരളത്തിൽ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ, വോട്ടിംഗ് അവകാശങ്ങളാണ് 324 25 അങ്ങനെ കയറി പോകുന്നത്. ഇവിടെ പറയുന്നത് അവിടെ ആ ഒരു വോട്ടിംഗ് അവകാശം കൃത്യമാകുന്ന രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് പോകാനുള്ളതാകുന്ന കാര്യങ്ങൾ, നടപടികൾ വെരിഫൈ ചെയ്ത് കൃത്യമാകുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് അവകാശം എത്തിക്കാൻ വേണ്ട ആ സ്ഥാപനം ഇലക്ഷൻ കമ്മീഷൻ, അത് സ്റ്റേറ്റിന്റെ ഇലക്ഷൻ കമ്മീഷൻ, അത് സ്ഥാപിതമാകുന്നത് 243 ഏത് പ്രകാരം? കെ ആകുന്ന ആർട്ടിക്കിൾ 243 പ്രകാരം എന്ന് പറയേണ്ട, ആർട്ടിക്കിൾ 243 കെ പ്രകാരം എന്ന് പറഞ്ഞു കേട്ടോ. ഏത് ആർട്ടിക്കിൾ? 243 കെ ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കേ. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് പ്രധാനമാകുന്ന ചുമതല. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും കോർപ്പറേഷൻ തലത്തിലും ഉള്ള തെരഞ്ഞെടുപ്പുകൾ കണ്ടക്ട് ചെയ്യുക എന്നതാണ്. മക്കളെ, വളരെ വളരെ ശരിയാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ. ആയ കാരണം കൊണ്ട് നമ്മളുടേതാകുന്ന ചോദ്യത്തിന്റെ ഉത്തരം 1, 2, 3 സ്റ്റേറ്റ്മെന്റുകൾ ശരി എന്നതായി മാറും ഓട്ടോമാറ്റിക്കലി. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാ. അങ്ങനെ വരില്ല, അവിടെ അത് വരില്ല. ഓക്കെ ആണോ? അവിടെ അത് വരില്ല. അപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ ആൻസർ 1, 2, 3 ശരിയാ. ഒന്നുകൂടെ പറഞ്ഞേടാ. ശരിയായ പ്രസ്താവനയാണ്. 1993 ഡിസംബർ മാസം 3 കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുകൾ രൂപീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 243 കെ പ്രകാരമാണ്. പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും കോർപ്പറേഷൻ തലത്തിലുമുള്ളതാകുന്ന തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. അടുത്ത നോക്കെ, കേരള ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ചോദിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോ പ്രസ്താവന ഒരെണ്ണമോ അല്ലെങ്കിൽ ഒന്നിലധികമോ തെറ്റുണ്ടാകാം, നിങ്ങൾ അത് കണ്ടുപിടിക്കൂ എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു 2025 ദുരന്ത നിവാരണ നിയമപ്രകാരം ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ടതാകുന്ന സംവിധാനമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സ്ഥാപിതമായത് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ്. അപ്പൊ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിതമാകുന്ന സ്ഥാപനമാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റി. ഇനി നോക്കെ, സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം. അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി ആയതുകൊണ്ട് സുരക്ഷായനം എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ചേർത്തു വെക്കാൻ പറ്റുന്ന വാക്കാണ്, അത് അതിന്റെ ഒരു ആപ്തവാക്യമാണ്. ഓക്കെ അല്ലെ? അപ്പൊ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ച സ്ഥാപനമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി. സുരക്ഷായനം എന്ന് പറയുന്നത് അവരുടെ ആപ്തവാക്യമാണ്. അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ആകുന്ന പ്രശ്നം, ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ആകുന്ന വീഴ്ചകൾ വന്നാൽ ആളുകൾ ഏറ്റവും ആദ്യം കുറ്റം പറയുന്നത് മുഖ്യമന്ത്രിയല്ലേ എന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടേതാകുന്ന ചെയർമാൻ എപ്പോഴും ആരാണ്? മുഖ്യമന്ത്രിയാ. ഇനി നോക്കേ, 2008. അപ്പൊ ആദ്യത്തെ 3 ശരിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ കട്ടാവും, ഈ ഒരു ഓപ്ഷൻ 2, 4 എന്ന് പറയുന്നത് കട്ടാവും. ഇനി അവിടെ 4 മാത്രം എന്നത് വേണമെങ്കിൽ അവിടെ നിലനിർത്താം. എന്തായാലും 1, 4 എന്ന് പറയുന്നത് എന്തല്ല, തെറ്റാ. ഈ 3 ഓപ്ഷനുകൾ അവിടുന്ന് മാറിപ്പോയി. ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ എ 4 മാത്രം എന്ന് പറയുന്നതാണ് ശരി. അതായത് 2008 മെയ് 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവോ? ഇല്ല. അപ്പോ മനസ്സിലാക്കുന്നു, 2005 നിയമപ്രകാരമാണ്, ദുരന്ത നിവാരണ നിയമപ്രകാരമാണ്. 2005 ദുരന്ത നിവാരണ നിയമം. പഠിച്ചോ? 2005 ദുരന്ത നിവാരണ നിയമം. ഓക്കെ അല്ലെ? അതുകൊണ്ട് ഓപ്ഷൻ 4 മാത്രമാണ് ശരി എന്നതിലേക്ക് പോകാം. അടുത്ത നോക്കേ, കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി. കണ്ടോ, പദ്ധതികളെ കുറിച്ച് എപ്പോഴും പഠിക്കണം. മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെടുന്നു എന്നാണ് ചോദ്യം. മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ
സെറ്റ് സൗജന്യമായി വെച്ചു നൽകുന്ന പദ്ധതി. മന്ദഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ രീതിയിൽ ചിരിക്കുക. ചിരിക്കുമ്പോൾ പല്ല് കാണുമല്ലോ. അതായത് പല്ലുമായി ബന്ധപ്പെട്ട എന്തോ ഒന്ന്. കൃത്രിമ ദന്തങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ പൂർണ്ണമായ സെറ്റും സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയെ വിളിക്കുന്ന പേരാണെന്ത്? മന്ദഹാസം പദ്ധതി. അപ്പോൾ കേരള സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി, സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലാണ്. മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെടുന്നു? കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു നൽകുന്ന പദ്ധതിയാ. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു നൽകുന്ന പദ്ധതിയാ. ഓക്കെ അല്ലെ? അടുത്തത് നമ്മുടെ 25ാമത്തെ ചോദ്യത്തിനകത്തേക്ക് വാ. 25ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ? കേരളത്തിലെ നെൽ വയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ചോദ്യം. നെൽ വയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഓക്കെ അല്ലെ? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി മാസം 2-ാം തീയതിയാണെന്നൊക്കെ അറിയാം. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നത് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നാണ്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 വരുന്നത്. നമ്മുടെ എന്താണ് പണ്ട് മണ്ണെടുപ്പ് ഒക്കെ കാര്യമായിട്ട് നടത്താമായിരുന്നു. എന്നാൽ ഇപ്പൊ അതൊന്നും നടക്കൂല. സാങ്ഷൻ ഒക്കെ വാങ്ങിച്ച് നടത്താൻ പറ്റൂ. 2008 ശേഷം വലിയ വിഷയമാണ് എന്നങ്ങ് ഓർത്തു വെച്ചോ. 2008 ശേഷം വലിയ വിഷയമാണ്. അപ്പോ 2008 അപ്പൊ 8ന്റെ പണി കിട്ടിയ സമയമാണ് ഈ പറയുന്ന തണ്ണീർത്തട സംരക്ഷണ നിയമം. തണ്ണീർത്തടങ്ങളൊന്നും മണ്ണിട്ട് മൂടാൻ പറ്റില്ല. അപ്പൊ മണ്ണിട്ട് മൂടിയ 8ന്റെ പണി കിട്ടുമെന്ന് ഓർത്താൽ മതി. 2008 ഓഗസ്റ്റ് മാസം 11-ാം തീയതി കണ്ടോടാ. 2008 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ് എന്ത്? തണ്ണീർത്തട സംരക്ഷണ നിയമം. ഇവിടെ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 2008 ഓഗസ്റ്റ് 11. 2008 ഓഗസ്റ്റ് 11. 26ാമത്തെ ചോദ്യം നോക്കെ. 26ാമത്തെ ചോദ്യം തൊഴിൽ വകുപ്പ് മന്ത്രിയാ. ഇതിപ്പോ മാറിയിട്ടുണ്ടല്ലോ. ഇത് 2021 അല്ലേ. തൽക്കാലം ഇത് നമുക്ക് നോക്കണ്ട. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാം. 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്ര പേരാണ്? 15ാം കേരള നിയമസഭ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കറണ്ട് അഫയർ ആകുന്ന ചോദ്യമാണ്. ഇത് 15ാം കേരള നിയമസഭ എന്ന. ഇപ്പോ ഏത് നിയമസഭയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തേ. ഇപ്പോ നിലവിൽ എത്രാമത്തെ നിയമസഭയാണ് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഇതിനകത്ത് വനിതാ പ്രാതിനിധ്യം തൽക്കാലം പഠിക്കണ്ട. 21 അല്ലേ. വിട്ടുകള. അടുത്ത ചോദ്യത്തിനകത്തേക്ക് വാ. 28ാമത്തെ ചോദ്യത്തിനകത്തേക്ക് വാ. 28ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലികമായ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ എന്ത് എന്നാണ്. മൗലിക കർത്തവ്യമാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ശരിയായവ കണ്ടെത്തൂ. 76-ലാണ് 42ാം ഭരണഘടനാ ഭേദഗതി നടക്കുന്നത്. അത് ശരിയാ. പക്ഷേ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത് 76-ലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണോ? അതേ 76-ലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം, അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതിയാകുന്ന 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തവ തന്നെയാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അടുത്ത നോക്കെ. ഈ പറയുന്ന സാധനം നിലവിൽ വന്നത് 76-ൽ നടത്തിയ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 1977 ജനുവരി മാസം 3-ാം തീയതി. 1977 ജനുവരി മാസം 3-ാം തീയതിയാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇനി നോക്കെ. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ഒന്നുമില്ല. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ സാധനം പ്രകാരം 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയി വന്ന ആളിനെ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ 4A എന്ന ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് 1, 2, 3 ശരിയാണ് എന്നതാകുന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. 4 ഓട്ടോമാറ്റിക്കലി തെറ്റാ. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാ ഉള്ളത്. ഓക്കെ ആണോ? ഒരു 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാവിന്റെ കൂടി കടമയാണ് എന്ന് പറയുന്ന ഒരു 11ാമത്തെ ഒരു മൗലിക കർത്തവ്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അറിയാലോ. ഇനി 29ാമത്തെ ചോദ്യം നോക്കേ. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുമായി ബന്ധപ്പെടുന്ന യോഗ്യത. യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതിനെക്കുറിച്ച് പറയുന്നത് ഏതാകുന്ന ഭാഗത്താണെന്ന് ചോദിച്ചാൽ 58 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാ. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യത വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഭരണഘടന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 58. അടുത്ത നോക്കിയാൽ ദാദ്ര നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലത്തെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ഒരു കറണ്ട് അഫയർ ചോദ്യമാണ്. തൽക്കാലം മാറ്റിവെക്കാം. അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോവാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ അല്ലേ, ഇത് നാഷണൽ ലെവലിലെ ഇലക്ഷൻ കമ്മീഷൻ ആണ്. അവരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തൂ എന്നാണ് ചോദ്യം. ഓക്കെ ആണോ? തെറ്റായ പ്രസ്താവന കണ്ടെത്തൂ എന്നാണ് ചോദ്യം. അപ്പോ അവിടെ എന്താണ് അതിന്റെ ആൻസർ ആയി വരുന്നത് എന്ന് ചോദിച്ചാൽ
നോക്കേ മക്കളെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 പേരേ ഉള്ളൂ. ഇനി രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് കമ്മീഷന്റെ നിയമം അനുസരിച്ചാണ്. ഓക്കെയാണോ? അല്ലെങ്കിൽ കമ്മീഷനാണ് ഇവരെ നിയമിക്കുന്നത്, രാഷ്ട്രപതിയെ നിയമിക്കുന്നത് എന്നാ പറയുന്നത്. ശരിയാ? അടുത്ത നോക്കേ, തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷനിന് ഉണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, 3 പേരേ ഉള്ളൂ എന്ന് ഓപ്ഷൻ 1 പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഒരുപാട് പേരുണ്ടെന്ന് 3 എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായി ഈ 2 പേരിൽ ഏതോ ഒന്ന് തെറ്റാണ്. തെറ്റായത് ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റാ. അപ്പോ 3 എന്ന് പറയുന്ന ആള് തെറ്റാണെന്ന് ഉറപ്പായി. അതുകൊണ്ട് ഈ പറയുന്ന ഓപ്ഷൻ എ കട്ട് ചെയ്തു. ഈ പറയുന്ന 3ഉം 4ഉം പരിഗണിക്കാം, ഇവനെ പരിഗണിക്കാം, ഇവനെ പരിഗണിക്കാം. ഈ 3 ഓപ്ഷനുകളിൽ ഏതോ ഒന്നെന്നാ. അപ്പോ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കിയാൽ നമുക്കത് തീർച്ചപ്പെടുത്താം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിൽ ഉള്ളതാകുന്ന തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മക്കളെ, അത് ശരിയാകുന്ന സ്റ്റേറ്റ്മെന്റാ. ആയതുകൊണ്ട് 1, 2, 4 ശരിയാ. ചോദിക്കുന്നത് തെറ്റാ. തെറ്റ് ആയതുകൊണ്ട് 3 മാത്രമാണ് എന്തെന്ന് പറയുന്നത് തെറ്റ് എന്ന് പറയുന്നത്. 3 മാത്രമാണ് എന്തെന്ന് പറയുന്നത് തെറ്റ് എന്ന് പറയുന്നത്. ഡൗട്ടില്ലേ? അതുകൊണ്ട് അടുത്ത ചോദ്യം നോക്കേ. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എത്ര എണ്ണം ലോക്സഭാ മെമ്പർമാർ 15% നിജപ്പെടുത്തിയതാകുന്ന ഭരണഘടനാ ഭേദഗതി? മനസ്സിലാക്കുന്നു, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ഒരു കാരണവശാലും ലോക്സഭാ മെമ്പർമാരുടെ 15% നിലനിൽക്കാം, 15%-ന് മുകളിൽ പോകാൻ പാടില്ല. അതൊരു വലിയ ചോദ്യമാണ്. നിലവിൽ ആകെയുള്ളതാകുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളതാകുന്ന ആകെയുള്ള കേന്ദ്രമന്ത്രിമാർ സഭയിൽ എത്ര പേരുണ്ട്? അവരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ലോക്സഭയുടെ അംഗങ്ങളുടെ 15%-ൽ കവിയാൻ പാടില്ല. ഇത് ഏത് ഭരണഘടനാ പ്രകാരമാണ് ഉത്തരവായി നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഏതാണ്? 91 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു കാരണവശാലും 15%-ന് മുകളിൽ പോകാൻ പാടില്ല. 91 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏതാടാ? 91. 15%-ന് മുകളിൽ പോകാൻ പാടില്ല. 91 ഭരണഘടനാ ഭേദഗതി. അടുത്ത നോക്കേ, സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ്. കണ്ടോ? സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് അവയിൽ ശരിയാകുന്നത് എന്ത്? ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ആൻസർ എന്താ? സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് മൊത്തം 66 വിഷയങ്ങളുണ്ട്. ഓക്കെയാണോ? അതുപോലെ യൂണിയൻ ലിസ്റ്റ് ആകുമ്പോൾ അതിൽ 97 വിഷയങ്ങളുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങൾ. അറിയാലോ, ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ വരുന്നത് എന്താണ്? യൂണിയൻ ലിസ്റ്റിലാ. യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, പക്ഷെ 100-ന് മുകളിൽ ഇല്ല എന്ന് ഓർത്തു വെക്കുക. 97 വരും. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു 30ന്റെ കുറവുണ്ട് എന്ന് പഠിക്കാം. ഓക്കെയാണ്? അതൊരു 30ന്റെ കുറവുണ്ട് ഏറെക്കുറെ എന്ന് പഠിക്കാം. അപ്പൊ 66. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20ന്റെ കുറവുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്ന് പഠിക്കാം. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഒരു 20ന്റെ കുറവുണ്ടെന്ന് പഠിക്കാം. അപ്പൊ തന്നെ അത് എവിടെ വരും? 46 റേഞ്ചിൽ. അപ്പൊ തന്നെ ഓർക്കാം 47 എല്ലാം ഡയറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പഠിക്കണ്ട. ഒപ്പത്തിനൊപ്പം എവിടെ ഏറെക്കുറെ വരുമെന്നുള്ളതൊന്ന് ഓർത്താൽ മതി. അപ്പോൾ 97 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66, കൺകറന്റ് ലിസ്റ്റിൽ എത്ര വരും? 47. അടുത്ത നോക്കേ, ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് തെരഞ്ഞെടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മക്കളെ, തെറ്റായത് എന്ന് പറയുന്നത് ദാണ്ട് ഈ 1ഉം 4ഉമാണ് ഇവിടുത്തെ തെറ്റ്. ഓക്കെയാണ്? ഒന്നാമത്തെ എന്താണ് നോക്കെ? വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. മക്കളെ, വൈറസ് ബാധിത കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാ. ഓക്കെയാണോ? ഇവിടെ ബി ലിംഫോസൈറ്റുകൾ ശരിക്കും ചെയ്യുന്നതാകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ചതാകുന്ന പ്രസ്താവനകളിൽ തെറ്റ്. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താ മക്കളെ? തെറ്റാ. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താ മക്കളെ? തെറ്റാ. ഇനി അടുത്ത നോക്കേ, ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. അത് ശരിയാണ് കേട്ടോ. ബാക്ടീരിയയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാ. അതുപോലെ ആന്റിജനുകളുടെ വിഷാംശങ്ങളെ നിർവീര്യമാക്കുന്നു എന്ന് പറയുന്നത് ശരിയാ. പക്ഷേ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ക്യാൻസർ കോശങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസീവ് മെക്കാനിസം ആകുന്ന സാധനമാണ് ഈ ബി ലിംഫോസൈറ്റുകൾ എന്നൊക്കെ പറയുന്നത്. ഒരു ഡിഫൻസീവ് മെക്കാനിസം. അപ്പോ ഈ ഡിഫൻസീവ് മെക്കാനിസം ബാക്ടീരിയകളെ നശിപ്പിക്കും, ആന്റിജനുകൾക്കുള്ള വിഷാംശത്തെ നിർവീര്യമാക്കും. എന്നാൽ ക്യാൻസർ കോശങ്ങൾ, അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ഉള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി റിക്കവർ ആവേണ്ടതല്ലേ? അങ്ങനെ സംഭവിക്കില്ല. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നതും എന്താണ് മക്കളെ? തെറ്റാണ്. ബാക്ടീരിയകളെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അത് ശരിയാ. അടുത്ത നോക്കിയാൽ, സർക്കാരിന്റെ പ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ ഏവ? വൈറ്റമിൻ എ എന്ന് പറയുന്നത്, ജീവകം എ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉൾപ്പെടുത്തി എന്നതാ? നോക്കെ, കോർണിയ വരൾച്ച തടയുന്നതിന്,
കോർണിയ വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണുമായി ബന്ധപ്പെടുന്ന ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കണ്ണിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ കണ്ണിന് എന്താണ് കാര്യമാകുന്ന ഒരു ശേഷി നൽകുന്നത് ജീവകം എ തന്നെയാണ്. അതുകൊണ്ട് കോർണിയ വരൾച്ച തടയുന്നതിന് ജീവകം എ എന്ന് പറയുന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്യണം? രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ അതിനകത്ത് സർക്കാരിന്റെ വൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൊണ്ടുവന്നതിൽ പ്രധാനമാകുന്ന ഒരു ഉദ്ദേശമായിട്ട് ആര് പറയുന്നുണ്ട്? കോർണിയ വരൾച്ച എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? എടാ, എനിക്കൊരു ചെറിയൊരു തെറ്റ് പറ്റിയ. എടാ, കോർണിയ വരൾച്ച വരുത്തില്ല കേട്ടോ. ഇതില് ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ എന്നുള്ളതാ പറഞ്ഞേക്കുന്നത്. എടാ, ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണുമായി ബന്ധപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, കോർണിയ വരൾച്ച എന്ന് പറയുന്നതും വൈറ്റമിനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഗ്ലോക്കോമ എന്ന് പറയുന്ന സാധനത്തിന് ഈ പറയുന്ന വൈറ്റമിൻ എയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ പറയുന്ന നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന സാധനത്തിനും ഈ പറയുന്ന നിശാന്തത തടയുന്നതിന് എന്ന് പറയുന്നതിന് ഒരു 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 കുറച്ച് ക്ലോസ്നെസ് ഉണ്ട്. പക്ഷെ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് അന്ന് ആൻസർ കീക്കകത്ത് ഇവ ഒന്നുമല്ല എന്ന രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ ആണോ? ആണോടാ? ആണോ? എന്നാ അതുമല്ല. ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്ന ഒരു പ്രധാന കാര്യം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് ഇങ്ങോട്ട് നോക്കണേ. നിശാന്തത എന്ന് പറയുന്നത് എന്താ? ഞാനിത് പറയാൻ കാര്യം എന്താന്ന് ഇനി ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. എടാ, നിശാന്തത എന്ന് പറഞ്ഞ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആ. ഒരു വ്യക്തിക്ക് കാഴ്ച ഉണ്ടാകണമെങ്കിൽ അവിടെ റെറ്റിനാൽ, ഓപ്സിൻ എന്നീ 2 സാധനങ്ങൾ വേണം. അപ്പോ ഈ റെറ്റിനാൽ എന്ന് പറയുന്ന സാധനം വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതായത് റെറ്റിനാലിന്റെ പ്രൊഡക്ഷൻ നടക്കണം. അതായത് മങ്ങിയ വെട്ടത്തിൽ കാഴ്ച സംഭവിക്കണമെങ്കിലും അതുപോലെ ഈ എന്താണ് തെളിച്ചമുള്ളതാകുന്ന ഒരു അവസ്ഥയിൽ കാഴ്ച സംഭവിക്കണമെങ്കിലും ഈ പറയുന്ന വൈറ്റമിൻ എ എന്ന് പറയുന്ന ആളുടെ സഹായം കൂടിയേ തീരും. അതുകൊണ്ട് നിശാന്തത തടയുക എന്ന് പറയുന്നത് വളരെ ശരിയാകുന്ന ഒരു ഓപ്ഷനായിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ അല്ലേ? അതായത് 4 എന്ന് പറയുന്നത് ഉൾപ്പെടും. അതായത് ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഇനി ചോദിക്കുന്നത് ഇക്കൂട്ടത്തിൽ ഏതോ ഒരെണ്ണം കൂടിയേ ശരിയുള്ളൂ. അത് നമുക്ക് ഓപ്ഷനുകൾ കാണുമ്പോൾ മനസ്സിലാവും. കാര്യം ഒരെണ്ണം അപ്പൊ തന്നെ ഓപ്ഷൻ ഡി കട്ടാവുമല്ലോടാ, കട്ടാവും. ഇനി അവിടെ നമുക്ക് നോക്കാം. തിമിരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. തിമിരം എന്ന് പറഞ്ഞാൽ അൺനെസസറി ആയിട്ട് കണ്ണിന്റെ ഉള്ളിൽ അതിന്റെ ലെൻസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡെപ്പോസിഷൻ സംഭവിക്കുന്നു എന്നുള്ളതാ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഉള്ളിൽ പ്രഷർ കൂടുന്നു എന്നുള്ളതാ. ഈ 2 ആളുകൾക്കും എന്തുമായിട്ട് ബന്ധമില്ല? നമ്മുടെ വൈറ്റമിൻ എയുമായിട്ട് ബന്ധമില്ല. ഇത് അല്ലാതുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം. അപ്പൊ തന്നെ മനസ്സിലായി കോർണിയയുടെ വരൾച്ച തടയുന്നതിന് വേണമെങ്കിൽ ഈ വൈറ്റമിൻ എ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണോ? കോർണിയയുടെ വരൾച്ച, അതുകൊണ്ട് 1ഉം 4ഉമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഞാനത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി, പക്ഷെ ഇതാണ് സാധനം. ഓക്കെ അല്ലേ? അപ്പൊ കോർണിയയുടെ വരൾച്ച തടയുന്നതിന്, അതുപോലെ നിശാന്തത തടയുന്നതിന് ജീവകം എ എന്ന് പറയുന്നത് സർക്കാരിന്റെ രോഗപ്രതിരോധ പ്രക്രിയയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കേണ്ട. പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനാകുന്ന ജോൺ റേ ആണ് കേട്ടോ. ഇദ്ദേഹം എന്താണ്? ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. ഓക്കെയാണ്, നേച്ചർ സയന്റിസ്റ്റ് ആണ്. ഈ പ്രമുഖനാകുന്ന ജോൺ റേയുടെ സംഭാവനകളിൽ ശരി ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, 36ാമത്തെ ചോദ്യം നമുക്ക് ഇവിടെ എന്തൊക്കെയാകുന്ന കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. നോക്കിയേ മക്കളെ. എടാ, സസ്യങ്ങളുടെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു. എടാ, സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു. മക്കളെ, അത് ജോൺ റേയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിൽ ശരിയാകുന്ന സാധനങ്ങളല്ല. ശരിയായവയെ അവിടെ ചോദിക്കുന്നത്. ജോൺ റേയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിൽ ശരി. നോക്കിയേ, സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ മക്കളെ? ജോൺ റേ. അടുത്ത നോക്കേ, 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിസ്റ്റോറിയ പ്ലാന്റോറം, അതാണ് ഏറ്റവും വലുതാകുന്ന ഒരു ചോദ്യം. ഹിസ്റ്റോറിയ പ്ലാന്റോറം എന്ന് പറയുന്ന പുസ്തകം ആരുടേത്? ഹിസ്റ്റോറിയ പ്ലാന്റോറം ആരുടേത്? ജോൺ റേയുടേത്. ഹിസ്റ്റോറിയ പ്ലാന്റോറം എന്ന് പറയുന്നത് ആരുടേത്? നമ്മുടേതാകുന്ന ജോൺ റേയുടേതാ. ഇനി നോക്കേ, ജീവികളെ ചുവന്ന രക്തമുള്ളവ, അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. ഇതൊന്നും ആരുടെ അല്ല? ഈ പറയുന്ന ആളുടെ അല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് 2 സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് മക്കളെ ശരിയാകുന്നത്? സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. അതുപോലെ 18,000-ലധികമാകുന്ന സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിസ്റ്റോറിയ പ്ലാന്റാറം എന്ന പുസ്തകം എഴുതിയതും പുറത്തിറക്കിയതും ആര് തന്നെ? ജോൺ റേ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിസ്റ്റോറിയ പ്ലാന്റോറം എന്ന പുസ്തകം പുറത്തിറക്കി. ഓക്കെ അല്ലെ? അടുത്ത നോക്കിയ, ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏതാണ്? ചിക്കൻ പോക്സ് എന്ന് പറയുമ്പോൾ അതാരായിരിക്കും മക്കളെ വരിക? അത് നമ്മുടെ വാരിസെല്ല വൈറസ് ആണ് കേട്ടോ. ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല വൈറസ് ആണ്. ഓക്കെ ആണോ? ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല
ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല. ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല വൈറസ് ആണ് കേട്ടോ. ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല വൈറസ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച ചിക്കൻ വാരി വലിച്ച് തിന്നരുത്, വാരിസെല്ല കേട്ടോ. വാരി വലിച്ച് തിന്നരുത്, അപ്പൊ വാരിസെല്ല എന്ന് ഓർത്താൽ മതി. അടുത്ത നോക്കേ, താഴെ പറയുന്ന അസുഖങ്ങളിൽ എന്താ എഴുതിയേക്കുന്നത്? സുണോട്ടിക് വൈറസ്. സുണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം. സുണോട്ടിക് വൈറസ് എന്നല്ല, സുണോട്ടിക് എന്താണ് വിഭാഗത്തിൽപ്പെടുന്നത്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് എത്തുന്ന രോഗങ്ങൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് സുണോട്ടിക് വൈറസുകളാകുന്നവൻ ആരാണ് ഈ കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ എലിപ്പനിയാകുന്ന സാധനമാണ് കേട്ടോ. ഓക്കെയാണ്. എലിപ്പനി എന്ന് പറയുന്നത് സുണോട്ടിക് വൈറസ്, സുണോട്ടിക് ഫാമിലിയിൽ പെടുന്ന ഒരു അസുഖമാണ് എന്ന് മനസ്സിലാക്കൂ. അടുത്ത നോക്കേ, ശരാശരി ബ്ലഡ് പ്രഷർ, നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് ഒരാൾക്ക്? ശരാശരിയാകുന്ന ഒരാളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mm/Hg. അപ്പോൾ 120/80 അത്രയും mm/Hg ആണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയ ദേശീയ ആരോഗ്യ ദൗത്യം അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ. എടാ, ഈ നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം എന്ന് പറയുന്നത് എന്ന്? നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തു? എത്രാമത്തെ ചോദ്യമാണെന്ന് ശ്രദ്ധിച്ച്, 40 ചോദ്യങ്ങളായിട്ടുണ്ട് കേട്ടോ. എത്രാമത്തെയാണ്? 2013 നമ്മൾ എന്ത് ചെയ്യുന്നത്? നാഷണൽ ഹെൽത്ത് മിഷൻ. നാഷണൽ ഹെൽത്ത് മിഷൻ വരുന്നത് 2013. നാഷണൽ ഹെൽത്ത് മിഷൻ 2013. അടുത്ത ചോദ്യം നോക്കേടാ, ക്രഷിംഗ് ദി കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ട്? ക്രഷിംഗ് ദ കർവ് എന്ന് പറയുന്നത് ഏത് അസുഖം? മക്കളെ, നല്ലൊരു ചോദ്യമാണ്. കൊറോണ വൈറസ് ആണ് കേട്ടോ. ക്രഷിംഗ് ദ കർവ് എന്ന് പറയുന്നത് എന്താണ്? ക്രഷിംഗ് ദ കർവ് എന്ന് പറയുന്നത് കൊറോണ വൈറസ്. ഓക്കെ ആണോ? ഇവിടെ നിഴലിച്ച് നിൽക്കുന്നത് ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ക്രഷിംഗ് ദ കർവ് കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്രഷിംഗ് ദ കർവ്. 42 നോക്കേടാ, വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇതിൻ്റെതാകുന്ന കാരണം എന്താണ്? അറിയാം. താഴേക്ക് വരുമ്പോ വെള്ളം എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ ഈ ബലൂൺ ഇരിക്കുന്നതിന് തൊട്ട് മുകളിലായിരിക്കുന്ന വെള്ളം പൂർണ്ണമായും അതിന്റെ മർദ്ദം എവിടേക്ക് ചെലുത്തും? ഈ പറയുന്ന ബലൂണിനകത്തേക്ക് ചെലുത്തും. അതുകൊണ്ട് തന്നെ ബലൂണിന്റെ വലിപ്പം കാര്യമാകുന്ന രീതിയിൽ കുറയും. കാര്യം പ്രഷർ ഭയങ്കര കൂടുതലാണ്. അപ്പോ പ്രഷറും അവിടെ ബലൂണിന്റെ വലിപ്പം, അതായത് വോളിയം, ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു നിയമം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് അവിടുത്തെ നിയമം എന്ന് പറയുന്നത്? ബോയിൽസ് ലോ എന്ന് പറയാം, ബോയിൽ നിയമം എന്ന് പറയാം. ഓക്കെ ആണോ? ബോയിൽ നിയമത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത്? വലിപ്പം കുറയുന്നു ബലൂണിന്. ഓക്കെ ആണോ? താഴേക്ക് വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ നിറച്ച ബലൂണിന് എന്ത് ചെയ്യും? അതിന്റെ വലിപ്പം കുറയും. അടുത്ത നോക്കിയാൽ താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഓക്കെ ആണോ? പറയട്ടെ. ലോഹങ്ങളുടെ സവിശേഷത. ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. മക്കളെ, അത് തെറ്റാകുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പൊ തന്നെ മനസ്സിലാകും ഇവിടെ ഒന്ന് മാത്രമായിരിക്കും ആൻസർ. വേറെ നോക്കേണ്ട കാര്യമില്ല, അത് അതിനകത്ത് തന്നെ വ്യക്തമാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുത്താൽ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന. ഈ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ്. ലോകങ്ങൾക്കുള്ളത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണെന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ അത് തെറ്റാ. അപ്പൊ അല്ലാത്തതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എ മാത്രം. എന്നാലും ബാക്കിയുള്ളവയൊന്ന് വായിച്ച്. ലോഹങ്ങളുടെ അയോണിക ഊർജം എന്ന് പറയുന്നത് കുറവാണ്. അയണൈസേഷൻ എനർജി കുറവ്. അതായത് ഒരു ലോഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അയോണീകരിക്കാനുള്ള ഊർജ്ജം വളരെ കുറവ് ചെലുത്തിയാൽ മതി എന്ന് അതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഒന്ന് മാത്രമാണ് ഇവിടെ ശരി. ഇനി 44 നോക്കിയ യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനി, ട്രൂ സൊല്യൂഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. 44 ചോദ്യം നോക്കിയ മക്കളെ, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാലേ, ട്രൂ സൊല്യൂഷൻ, ശരിയായ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും എല്ലാ ആളുകളും കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ ലയിച്ചു കിടക്കുന്ന, യാതൊരു വിധത്തിലും ഇനി ഒരു കണികകളെ പോലും ഒരു ഫിൽട്ടർ പേപ്പർ കൊണ്ട് വേർതിരിക്കാൻ സാധിക്കാത്ത സൊല്യൂഷനുകളെ, ലായനികളെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? നമ്മൾ ട്രൂ സൊല്യൂഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഡൗട്ടുകളില്ലല്ലോ. അടുത്ത ചോദ്യം നോക്കിയാൽ ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയെ നമ്മൾ വിളിക്കുന്നതാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയും. എന്തെന്ന് പറയും? 9ാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയും. ഓക്കെയാണോ? ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയും. ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്ന സാധനമാണ് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അടുത്ത നോക്കിയാൽ ലോകത്തിലെ 3ാമത്തെ വലിയ വജ്ര ഖനനം ചെയ്യുന്നത് എവിടെയാണ്? ലോകത്തിലെ 3ാമത്തെ വജ്ര ഖനനം നടക്കുന്നത് എവിടെ നിന്നാണ്? ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ വജ്ര ഖനനമാണ്. ഏറ്റവും വലുതല്ല, 3ാമത്തെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് എവിടെയാണ്? മക്കളെ, ലോകത്തിലെ
ലോകത്തിലെ തന്നെ ഏറ്റവും മൂന്നാമത്തെ വലുതാകുന്നത് ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യത്തിലാണ്. ഓക്കെയാണ്. ഈ ചോദ്യം അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ബോട്സ്വാന എന്ന രാജ്യത്തിലാണ്. ബോട്സ്വാന. അടുത്ത ചോദ്യം നോക്കിയാൽ 47ാമത്തെ ചോദ്യം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം, അതായത് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ഓക്കെ ആണോ? കർവേച്ചർ എന്ന് പറയും. കർവേച്ചർ ആകുന്നത് എത്രയാണ് എന്നാ ചോദിക്കുക. ഓക്കെ ആണോ? കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ് എന്നായിരിക്കും ചോദിക്കുക. എന്താണ് അതിന്റെ കർവേച്ചർ എന്ന് പറയുന്നത്? കാര്യമാകുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചേ. കർവേച്ചർ എന്ന് പറയുന്നത് എത്രയാ മക്കളെ? കർവേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? തന്നിട്ടുള്ളതിന്റെ ഇരട്ടി മൂല്യമായിരിക്കും. ഫോക്കസിന്റെ ഇരട്ടിയാണ് എല്ലായ്പ്പോഴും കർവേച്ചർ. അതുകൊണ്ട് അത് എത്രയാകും? 24. 48ാമത്തെ ചോദ്യം നോക്കേടാ. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവ പ്രദേശത്ത് നിന്ന്, അതായത് പോളാർ റീജിയണിൽ നിന്ന് എവിടേക്ക്? ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡം, ഭാരം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ, എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഒരു കാരണവശാലും പിണ്ഡത്തിനകത്ത് യാതൊരുവിധ മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാം. പിണ്ഡം മാറുന്നില്ല എന്ന് വരുന്ന രീതിയിൽ 2 ഓപ്ഷനുകളുണ്ട്. ഇനി ഭാരത്തിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് അവിടെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവും അത് തന്നെ ധ്രുവ പ്രദേശത്ത് കുറച്ച് കൂടുതലുമാണ്. അപ്പോ ധ്രുവ പ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നതാകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ? ഭാരം കുറയും എന്നുള്ളതാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവാണ് കമ്പാരിറ്റീവ്ലി എവിടെയുള്ളതിനേക്കാൾ? നമ്മുടെ ധ്രുവ പ്രദേശത്തുള്ളതിനേക്കാൾ. അടുത്ത നോക്കേടാ. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായി. ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് ഘർഷണം, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കേ, ഉരുളൽ കർഷണം, അതായത് റോളിംഗ് കർഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നിരങ്ങൽ കർഷണത്തെക്കാൾ കുറവാണ്. അതായത് ഒരു സാധനം ഉരുട്ടി വിടുമ്പോഴുണ്ടാകുന്ന ഒരു കർഷണത്തെക്കാൾ വളരെ കൂടുതലാകുന്ന കർഷണമാണ് ഒരു സാധനത്തിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ. ആയ കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആദ്യത്തെ കണ്ടീഷനിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യല്ലേ ഈ രണ്ടാമത്തെ കണ്ടീഷൻ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ബെയറിംഗ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്? മുകളിൽ തന്നിട്ടുള്ള 2 ആളുകളും സ്റ്റേറ്റ്മെന്റും അതിന് തക്കതാകുന്ന ഒരു കാരണവും തന്നെയാണ് അവിടെ തന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയാം. അത് മാത്രമല്ല, കാരണം ശരിയാണ്. കാരണം കൃത്യമാണ്. ചോദ്യം എന്തോ മുകളിൽ എന്തുണ്ടോ, സ്റ്റേറ്റ്മെന്റ് എന്തുണ്ടോ, അതിന്റെ കൃത്യമായ റീസൺ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ശരിയാ. അടുത്ത നോക്കിയാൽ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ളതാകുന്ന ഇന്ത്യയുടെ ദൗത്യം ബഹിരാകാശത്താണ്. ബഹിരാകാശത്തേക്ക് എത്തിക്കുവാനുള്ള ദൗത്യത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഗഗൻയാൻ എന്നാണ് വിളിക്കുന്നത്. അടുത്ത നോക്കിയാൽ, ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS, എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് എന്നാണ് അതിനെ വിളിക്കുക, EOS എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാകുന്ന EOS 3 വിക്ഷേപിക്കുവാൻ ഉപയോഗിച്ചത് ആരെയാണ്? EOS 3 വിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആളിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ GSLV F10 ആണ്. GSLV F10 ആണ്. അടുത്ത നോക്കിയേ, ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി. ഗദ്ദിക എന്നാണ് അതിന്റെ പേര്. മുഖ്യ പങ്ക് വഹിച്ച ആളാണ് കാളൻ, PK കാളൻ. ഗദ്ദിക, PK കാളൻ. ആരാണ്? ഗദ്ദിക എന്ന് പറയുമ്പോൾ PK കാളൻ. ഗദ്ദിക എന്ന് പറയുമ്പോൾ ആരാ മക്കളെ വരുന്നത്? PK കാളൻ. ഗദ്ദിക എന്ന് പറയുമ്പോൾ ആരാ വരിക? PK കാളൻ. അപ്പൊ ഗദ്ദിക എന്ന് പറയുന്ന പ്രശസ്തമായ ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ഗദ്ദിക അപ്പോൾ ഒരു കലയാണ്, ആദിവാസി കലയാണ്. ഓക്കെ അല്ലെ? അടുത്ത നോക്കിയാൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്തിട്ടുള്ളത്? ഇതെല്ലാവർക്കും ഓർമ്മ കിട്ടാനൊക്കെ പാടാണ്, എന്നാലും പഠിച്ചോ. നമ്മുടെ ഈ ചോദ്യത്തിന് ആൻസർ എന്ന് പറയുന്നത് എലിപ്പത്തായം കേട്ടോ. എലിപ്പത്തായം എന്ന് പറയുന്നതാണ് G. അരവിന്ദൻ. G. അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമയാണ് എലിപ്പത്തായം. അടുത്ത നോക്കിയാൽ, 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യൻ ആകുന്ന ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. 90 വിംബിൾഡൺ ജൂനിയർ നേടുന്നത്. അങ്ങനെ ഒരു ചാമ്പ്യൻ ഉണ്ട് ഇന്ത്യയിൽ. ആ ആളുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ലിയാൻഡർ പേസ് എന്നാണ് കേട്ടോ. ലിയാൻഡർ പേസ്. അപ്പോൾ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരനാകുന്ന ഒരാൾ വിംബിൾഡൺ ജൂനിയർ കിരീടം ചാമ്പ്യൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വിംബിൾഡൺ ചാമ്പ്യൻ ആയിട്ടുണ്ട്. 90 ആളുടെ പേരാണ് ലിയാൻഡർ പേസ് എന്ന് പറയും. അടുത്ത നോക്കിയാൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? ചെറുകഥകളിൽ ഉൾപ്പെടുന്നത് ഏത്
എന്ന് ഇവിടുന്ന് കിട്ടും. ഉൾപ്പെടാത്തത് കണ്ടുപിടിക്കണം. അത് ഏതാണ് എന്ന് നോക്കേടാ. ഉൾപ്പെടാത്തത് ഏകാന്ത പതികൻ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഏകാന്ത പതികൻ എന്ന് പറയുന്നത് ചെറുകഥകളിൽ പെടുന്നതല്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ പെടുന്നത് ഉൾപ്പെടാത്തതാണ് വേണ്ടത്. ഏകാന്ത പതികൻ എന്ന് പറയുന്നതാണ് ഉൾപ്പെടാത്തത്. അപ്പൊ വിഡ്ഢികളുടെ സ്വർഗം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയാണ്. ഭൂമിയുടെ അവകാശികൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയാണ്. ഓർമ്മക്കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയാണ്. അടുത്ത നോക്കിയാൽ 56 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് ഒപ്പം പങ്കിട്ട സിനിമാ നടൻ. അപ്പോ പങ്കിട്ടു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് പ്രസക്തി വരുന്നത്. 98 പങ്കിടുന്നുണ്ട്. ആ പങ്കിട്ടതാകുന്ന കൂടെ നിന്നതാകുന്ന ആള് എന്ന് പറയുന്നത് ആരാ? അവിടെ പറയുന്നു ദേശീയ അവാർഡാണ്. മമ്മൂട്ടിയോടൊപ്പം പങ്കിട്ടത് അജയ് ദേവുകളാണ്. ആരാണ്? അജയ് ദേവുകളാണ്. ആരാ മക്കളെ? അജയ് ദേവുകള. അടുത്ത ചോദ്യം നോക്കാം. 57 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇതിപ്പോ ഒരു ചോദ്യമായിട്ട് പരിഗണിക്കണ്ട. കറണ്ട് അഫെയർ ആകുന്ന രീതിയിൽ ഒരു ചോദ്യം ഇനി എന്തായാലും ഈ മേഖലയിൽ നിന്നുണ്ട്. അതുകൊണ്ട് അതിനെ വിട്ടു. 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ. ഈ ചോദ്യം കറണ്ട് അഫെയർ ആയിട്ട് വിട്ടോ, നോക്കണ്ട. അടുത്ത നോക്കേടാ. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആരാണ്? ഗേറ്റ് വേ എന്നാണ് പറയുന്നത് കേട്ടോ. പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? ഗേറ്റ് വേ. അങ്ങനെ പഠിച്ചു വെച്ചു. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ഗേറ്റ് വേ. അടുത്ത നോക്കിയേ. ഒറിജിനൽ വെബ് സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയെ വിളിക്കുന്ന പേര് എന്താണ്? മോഷ്ടിക്കുന്ന ആ രീതിയെ വിളിക്കുന്ന പേരാണ് ഫിഷിംഗ്. വ്യാജ വെബ്സൈറ്റ് ആണ്, വ്യാജമായ വെബ്സൈറ്റ് ആണ്. അത് ഉപയോഗിച്ച് യൂസർ നെയിമും പാസ്വേഡും അടിച്ചെടുക്കുന്ന പരിപാടി. അടുത്ത നോക്കേടാ. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി. പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് എല്ലായ്പ്പോഴും ആരായിരിക്കും മക്കളെ? അതാണ് ക്യാഷെ മെമ്മറി. വളരെ സ്പീഡായിട്ടുള്ള ഒരു മെമ്മറിയാ, പ്രോസസറിനോട് അടുത്തിരിക്കുന്ന ഒരു മെമ്മറിയാ. അടുത്ത നോക്കിയേ. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻസ് ഡെവലപ്മെന്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനിയുടെ പേര് എന്താണ്? 2020 അവിടെ ഏതാണ്? IT മന്ത്രാലയം അവര് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയതാണ്. വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻസ് ഡെവലപ്മെന്റിനകത്ത് ആ ഒരു ചലഞ്ചിനകത്ത് വിജയിയായ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് എന്താണ് എന്നാ ചോദിക്കുന്നത്. മക്കളെ ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് വരുന്നത്? അത് ടെക് ജെൻഷ്യ എന്നാണ് അവരുടെ പേര് കേട്ടോ. ടെക് ജെൻഷ്യ. അടുത്ത നോക്കേ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സീഡാക്ക് വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ. ഓക്കെ ആണോ? GNU ലിനക്സ് സോഫ്റ്റ്വെയർ എന്താണ്? ഒരു സീഡാക്ക് വികസിപ്പിച്ചു. GNU ലിനക്സ് സോഫ്റ്റ്വെയർ എന്നാണ്. അവന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരുത്തൻ ഈ കൂട്ടത്തിലുണ്ട്. അവന്റെ പേരെന്താ? അവന്റെ പേരാണ് ബോസ് എന്ന് പറയും. എന്തെന്ന് പറയും? ബോസ്. എന്താ പറഞ്ഞ? ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോസ് എന്ന് പറയുന്ന ഒരാൾ വരിക കേട്ടോ. ബോസ് എന്നൊരാൾ വരിക കേട്ടോ. അടുത്ത 64 ചോദ്യം നോക്കേടാ. 2005 വിവരാവകാശ നിയമം പ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അവിടുത്തെ അതിന്റെ ആൻസർ എന്താ? വകുപ്പ് 8, 9. അപ്പോ ശരിയുത്തരം ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും അതിന്റെ ആൻസർ? ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാക്കാൻ സാധിക്കുമോ? ഇല്ല. പൊതു അധികാര സ്ഥാപനങ്ങളോ അവരുടെ പക്കലുള്ളതാകുന്ന എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പോ എല്ലാ വിവരങ്ങളും കിട്ടില്ല. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതാകുന്നത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള ഏത് വിവരവും നമുക്ക് ലഭ്യമാക്കാം. ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രം ലഭ്യമാകുന്നതാണ്. അത് മാത്രമാണ്? അല്ല, എല്ലാ സ്ഥാപനങ്ങളും പറ്റും. ഇനി എന്താ? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിന് അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്കാണ്? അപ്പോ അന്വേഷണത്തിന് അധികാരം നൽകിയിട്ടുള്ളത് എന്താ പറഞ്ഞിരിക്കുന്നത്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്ക് എന്ന് ചോദിക്കുന്നു. അതാർക്കാ വരിക? നമ്മുടെ ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കുമാണ് കേട്ടോ. ആർക്കാടാ? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നത്. ഓക്കെ അല്ലെ? 2019 നിലവിൽ വന്നിട്ടുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ഡയറക്ടർ ജനറലിനും കളക്ടറിനും. അടുത്ത നോക്കി. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഏത് നിയമത്തിൽ ഉപയോഗിച്ചു എന്ന പദം ഉപയോഗിച്ചു? സാമൂഹിക ബഹിഷ്കരണം എന്നാണ്. ഓക്കെ ആണോ?
സോഷ്യൽ ബോയ്ക്കോട്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞു ആ ഒരു വാക്കിന്. അത് എവിടെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അത് ഏത് വർഷം? 1989. ഓക്കെയാണോ? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. ഓക്കെയാണ് 1989. അടുത്ത ചോദ്യം നോക്കേ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റേത് എന്ന് മാത്രം ചോദിക്കുന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കണം, ഇതിന്റെ തെറ്റ് മാത്രം പറഞ്ഞാൽ പോരെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിക്കും പറഞ്ഞാൽ തെറ്റ്, ബാക്കിയുള്ളത് ശരിയാ. അപ്പോൾ നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാകുകയുള്ളൂ. അങ്ങനെ ഉണ്ടോ? ഇല്ല. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതെന്തായാലും ഒരു വാസ്തവ വിരുദ്ധമാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ആൻസർ അതാ. എന്നാലും ബാക്കിയുള്ളതൂടെ നോക്കേ. മജിസ്ട്രേറ്റിന് നടപടികൾ രഹസ്യമായി നടത്താം. സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്ക് പ്രത്യേകമാകുന്ന പരിഗണന കൊടുക്കുന്നത് കൊണ്ട് രഹസ്യമായി എന്ത് ചെയ്യാം? അവിടെ മജിസ്ട്രേറ്റിന് നടപടികളൊക്കെ തന്നെ നടത്താം. ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കുക. നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കുക. ഇനി അടുത്ത നോക്കിയ 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണം നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി. അപ്പൊ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കായുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അതിന് ആൻസർ എന്ന് പറയുന്നത് എന്താ? 18 വയസ്സിൽ താഴെ. കുട്ടികളായി അംഗീകരിച്ചിട്ടുള്ളത് 18 താഴെയല്ലേ. അടുത്ത നോക്കേടാ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ചോദ്യം മാറ്റിവെക്കാം. അടുത്ത ചോദ്യം നോക്കിയാൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏതു ഭേദഗതിയിലൂടെ? അപ്പോൾ ഏത് ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിച്ചാൽ 102 ഭേദഗതി 2018. ഓക്കെ ആണോ? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ പദവി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നത് ഏതാകുന്ന ഭേദഗതിയിലൂടെ? 102 ഭേദഗതിയിലൂടെ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നത് ഏത് ഭേദഗതിയിലൂടെ? നൽകുന്നത് 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ. നമ്മളിപ്പോൾ 70 ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഈ 70 ചോദ്യങ്ങളും കൃത്യമായും മനസ്സിലാക്കേണ്ടവ തന്നെയാണ്. ചില കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചാൽ അവനെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന മറ്റ് ചോദ്യ പേപ്പറുകളിൽ നമുക്ക് പഠിക്കാനാകും. അതുപോലെ നമുക്കല്ലാതെ തെരഞ്ഞെടുത്ത് പഠിക്കാനാകും. അപ്പോൾ ഈ പറഞ്ഞു തന്നിട്ടുള്ളതാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും കാര്യങ്ങൾ മതി. ഈ ഒരു ചോദ്യ പേപ്പർ ഈ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ധൈര്യമായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് പഠിക്കട. ഈ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ സെറ്റാ. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്.